ഞങ്ങൾ സഖാവ് സ്വരാജിനെ ഇന്നലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടുകൂടി UDFിൻ്റെ നേതൃത്വത്തിൻ്റെ മുഖം തന്നെ വാടിയത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി, കരുത്തനായ സ്ഥാനാർത്ഥി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തുന്ന രാഷ്ട്രീയം ജനങ്ങളിൽ നല്ല നിലയിലെത്തിക്കുന്ന പോരാളിയാണ് സ്വരാജ്. സ്വരാജ് നിലമ്പൂർക്കാരനാണ്. എല്ലാ നിലയിലും ഇടതുപക്ഷത്തിൻ്റെ വിജയം ഉറപ്പിക്കുന്നതാണ് സഖാവ് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം. LDFിൻ്റെ 2026 തിരഞ്ഞെടുപ്പ് വിജയം തുടർച്ചയായ ഭരണത്തിൻ്റെ സഹായകരമാകുന്ന ഒരു നിലയായിരിക്കും നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം. എല്ലാ നിലയിലും ഞങ്ങളുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പൊതുവെ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ നല്ല നിലയിൽ ജനങ്ങളിലെത്തിക്കാനും നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ LDF സർക്കാർ നേതൃത്വം കൊടുത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കാനും ഇതിലൂടെ സാധിക്കും എന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ഞങ്ങൾ പറയാൻ പോകുന്നത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം നല്ല നിലയിൽ ഞങ്ങൾ ജനങ്ങളിലെത്തിക്കും. അതെ, അല്ല, നമ്മൾ രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറായിരിക്കുകയാണ്. രാഷ്ട്രീയ പോരാട്ടമാണത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ പോരാട്ടമായി കണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അത് തീർച്ചയായിട്ടും ഏറെ ഗുണകരമായി മാറും. അത് നമ്മൾ വെയിറ്റ് ആൻഡ് സീ എന്താണെന്നുള്ളത് പരിശോധിക്കണം. അത് ജനങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. നമ്മളിപ്പോൾ അതിലൊക്കെ മറുപടി പറയണം. ജനങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വേറെ വറീഡാവേണ്ട പ്രശ്നം വരുന്നില്ല. അതൊക്കെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക. നല്ല ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. അത് ഒരു കേന്ദ്രത്തിൽ നിന്ന് മാത്രമല്ലല്ലോ, പല കേന്ദ്രത്തിൽ നിന്നും ആരോപണമില്ലേ. നിങ്ങൾ ഒരു ദിവസം എണ്ണി നോക്കി, ഒരു ദിവസം എത്ര വിഷയങ്ങളിൽ ആരോപണം വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായാലും ആരോപണമായി വരുന്നു, ആ സംഭവം ഉണ്ടായില്ലെങ്കിലും ആരോപണമായി വരുന്നു. ഇതിപ്പോഴല്ലല്ലോ, കുറേ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള പൊളിറ്റിക്സ് എന്താണെന്ന് നമുക്കറിയാമല്ലോ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് വലിയ ആരോപണമാണ്, ഏതൊക്കെ നിലയിലുള്ള ആരോപണമാണ് വന്നത്. പക്ഷേ ബേപ്പൂർ നിയോജക മണ്ഡലം കണ്ട സർവ്വകാല റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് അവിടെ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഞാൻ വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ ജനങ്ങളിതൊക്കെ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ആരോപണങ്ങളും വ്യക്തിഹത്യ നടത്തേണ്ട ആരായിക്കൊള്ളട്ടെ, അവർ നടത്തട്ടെ, എത്ര വേണം നടത്തിക്കോ. ഞാൻ തിരിച്ച് ഒന്നും തന്നെ അതേ നിലയിൽ മറുപടി പറയില്ല. ആ മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ച ഒരാളാണ് ഈ പറയുന്നതൊക്കെ. അൻവർ എന്ന് പറയുന്ന ഒരാൾ. അല്ല, ഞാൻ പറഞ്ഞത് ഈ ഇലക്ഷനിൽ അൻവർ ഒരു ഫാക്ടറായി വരും, അൻവർ പറയുന്ന കാര്യങ്ങൾ ഒരു ഫാക്ടറായി വരും. എന്താ നിങ്ങൾ അതിൽ? അല്ല, ഞങ്ങളുടെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ എല്ലാ നിലയിലും ഇടപെടും. അതോടൊപ്പം തന്നെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം ജനങ്ങളോട് പറയാനും ഞങ്ങളിതിന് ഉപയോഗപ്പെടുത്തും. അപ്പോൾ തെരഞ്ഞെടുപ്പിനെ ഞങ്ങളുടെ രാഷ്ട്രീയം നല്ല നിലയിൽ പറയാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗപ്പെടുത്തും. PSCൻ്റെ തലവൻ ആരാന്നറിയില്ലേ? അപ്പോൾ അത് പറഞ്ഞാൽ പോരെ. KC വേണുഗോപാൽ പറയുന്നതെന്ന് പറഞ്ഞാൽ മതി. എന്നാൽ ഒന്നുകൂടി എളുപ്പമാണ്. അദ്ദേഹം ഉൾപ്പെടെ മന്ത്രിയായ മന്ത്രിസഭയുടെ ഭരണകാലത്താണ് ഈ പദ്ധതി നടക്കില്ല എന്ന് പറഞ്ഞ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഓഫീസും പൂട്ടി പോയത്. അന്ന് ഗ്രൂപ്പ് പോരിൻ്റെയും തമ്മിലടിയുടെയും കെടുകാര്യസ്ഥതയൊക്കെ ഭാഗമായി മലയാളിയുടെ ചിരകാല സ്വപ്നമായ ഈ പദ്ധതി ഇല്ലാതെ പോയി. അതെങ്ങനെ യാഥാർത്ഥ്യമായി ഞാൻ പറയണം. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് പറയണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാത വികസനത്തിന് ഫണ്ട് ചെലവഴിച്ചു. 100-200 കോടിയല്ല, 5600ഓളം കോടി. ഭൂമി ഏറ്റെടുക്കൽ എന്തൊക്കെ തടസ്സമുണ്ടായിരുന്നു. വയൽക്കിളി സമരം മുതൽ എന്തൊക്കെ സമരം, ഇവരൊക്കെ അതിൽ പങ്കെടുത്തിട്ടില്ലേ? UDF പങ്കെടുത്തില്ലേ? BJP പങ്കെടുത്തില്ലേ? കേരളത്തിലെ BJP പങ്കെടുത്തില്ലേ? എന്നിട്ട് നിശ്ചയദാർഢ്യത്തോടു കൂടി സംസ്ഥാന സർക്കാർ എടുത്ത നിലപാടല്ലേ ഇന്ന് വലിയൊരു ശതമാനം NH-66 പ്രവൃത്തി പൂർത്തീകരണത്തിന് കാരണമായി മാറിയിട്ടുള്ളത്? ഇത് ഞാൻ മാത്രം പറയുന്നതാണോ? സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാർ മാത്രം പറയുന്നതാണോ? മുഖ്യമന്ത്രി മാത്രം പറയുന്നതാണോ? നിതിൻ ഗഡ്കരി പറഞ്ഞ കാര്യമല്ലേ, സ്റ്റേറ്റ് ഗവൺമെൻറ് ഇടപെടൽ മാതൃകാപരമാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ
ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞ കാര്യമല്ലേ. അപ്പം അതൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ നിർമ്മാണം നല്ല നിലയിൽ നടക്കണം. അതിൻ്റെ പോരായ്മകൾ ഗൗരവത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഇതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയെ കാണുന്നുണ്ട്. ഞാനും കൂടെ പോകുന്നുണ്ട് ഡൽഹിയിൽ. അത് ഇതാ ഈ 4-ാം തീയതി. അതെ. അപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ ദേശീയപാത തീർച്ചയായും ഇടതുപക്ഷ സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് യാഥാർത്ഥ്യമായത്. 2016 LDF അല്ലായിരുന്നു കേരളത്തിൽ അധികാരത്തിൽ വന്നിരുന്നതെങ്കിൽ ഇങ്ങനെയൊരു പദ്ധതി ഉണ്ടായില്ല. അത് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പറയും, ആരും ബേജാറായിട്ട് കാര്യമില്ല. അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പറയുമ്പോൾ തിരിച്ച് നല്ല നിലയിൽ വ്യക്തിഹത്യയും തെറിവിളികളും തുടർന്നോട്ടെ. എന്ത് തുടർന്നാലും ദേശീയപാതേൻ്റെ കാര്യം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും.